നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ അടുത്ത മൂന്നാം ഘട്ട തെളിവെടുപ്പ് കൂടെ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. അവസാനമായിട്ട് ഈ ഒരു അഫാന്റെ വീട്, അതായത് അനിയനായിട്ടുള്ള ഹസാനെയും അതുപോലെ തന്നെ പെൺസുഹൃത്തായിട്ടുള്ള ഫർസാനെയും കൊലപ്പെടുത്തിയ ഉമ്മ ഷെമിയെ ആക്രമിച്ച ആ വീട്ടിലാണ് ഇന്ന് തെളിവെടുപ്പിനായിട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല, ഈ ഒരു മാല, മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച മാല പണയം വെച്ചിട്ടുള്ള കടയിലും അതുപോലെ തന്നെ അവിടെ പിന്നെ അഫാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇന്ന് തെളിവെടുപ്പ് നടത്തിയിരിക്കുകയാണ്. പക്ഷെ വലിയ കുഴപ്പം, അതായത് ഞാൻ ഉദ്ദേശിച്ച നാട്ടുകാരെ നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു, അവിടേക്ക് കൊണ്ടുവരുമ്പോൾ അഫാന്റെ സ്വന്തം നാടാണ്, നാട്ടുകാർ ഏതെങ്കിലും രീതിയിൽ പ്രതിഷേധം അല്ലെങ്കിൽ ഉപദ്രവം അത്തരത്തിൽ പെരുമാറുമോ എന്നുള്ള ഒരു കാര്യം മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പക്ഷെ അഫാൻ സാധാരണ പോലെ തന്നെ ഈ രണ്ട് സ്ഥലത്ത് തെളിവെടുപ്പിന് എങ്ങനെയാണോ പോയപ്പോൾ പോലീസുകാരോട് കാര്യങ്ങളെ കുറിച്ച് വിവരിച്ചിരുന്നത്, അതേപോലെ തന്നെയാണ്, യാതൊരു കുറ്റബോധമൊന്നും ഇല്ലാതെ കാര്യങ്ങൾ കൃത്യമായി തന്നെ വിവരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതില് ഒരു ഹൃദയം നടുങ്ങുക, നമ്മൾ പലവണ ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ശരിക്കും അത് ഇന്ന് കാണാനിടയായി. അതായത് അഫാനെ വെഞ്ഞാറമൂട്ടിൽ കൊണ്ടുവന്നപ്പോ 7 വർഷത്തിനിപ്പുറം, ഇടക്കാലത്ത് ഗൾഫിലെത്തിയപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു, എന്നിരുന്നാലും നാട്ടിൽ 7 വർഷത്തിനിപ്പുറം എത്തിയ റഹീം സ്വന്തം മകനെ, ആകെ ജീവനോടെയുള്ള മകനെ, ഇനി കാണുക പോലും വേണ്ട എന്ന് പറഞ്ഞ മകനെ കൈവിലങ്ങണിഞ്ഞ രീതിയിലാണ് കണ്ടത്. ഭാവവ്യത്യാസം ഒന്നും തന്നെ ഇല്ലാതെ അഫാനും ആ പോലീസ് ജീപ്പിൽ കയറി പോകുന്നത് നമ്മൾ കണ്ടതാണ്. റോഡിനപ്പുറത്തായിട്ട് ഈ പരിശോധന നടത്തുമ്പോൾ ഒരു പാത്രക്കടയുടെ മുന്നിലായിട്ട് അവിടെ വെഞ്ഞാറമൂട് അഫാന്റെ പിതാവ് നിൽക്കുകയാണ് ഒരു സുഹൃത്തിനൊപ്പം. വളരെ സൂക്ഷ്മമായി തന്നെ അദ്ദേഹം അവനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൻ പോയതിനു ശേഷമാണ് അദ്ദേഹം അവിടെ നിന്നും പോയത്. ഇക്കാര്യം തെളിവെടുപ്പിന്റെ പ്രൊസീജിയറും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കണ്ടുകൊണ്ടാണ് അദ്ദേഹം അവിടെ നിന്നത്. ഒരു പിതാവിനെ സംബന്ധിച്ച് കഷ്ടപ്പെട്ട് അന്യനാട്ടിൽ പോയി കിടന്ന് മറ്റുള്ളവന്റെ ആട്ടും തുപ്പും കേട്ട് ചോര നീരാക്കി വിയർപ്പിൽ ഉണ്ടാക്കിയെടുത്ത പൈസയ്ക്ക് നാട്ടിലൊരു കുടുംബം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനിടയിൽ ഉണ്ടായ ബുദ്ധിമുട്ടില് പലതരത്തിലുള്ള പീഡനങ്ങൾ സഹിച്ച് എങ്ങനെയോ അദ്ദേഹം പറയുന്ന പോലെ ദൈവത്തിന്റെ കടാക്ഷത്തിൽ ഇപ്പോൾ നാട്ടിലെത്താൻ കഴിഞ്ഞു. നാട്ടിലെത്തുമെന്ന് പോലും അദ്ദേഹത്തിന് ഒരു ഉറപ്പില്ലായിരുന്നു. അങ്ങനെ ഒരു ജീവിതമായിരുന്നു മുന്നോട്ട് പോയത്. ഈ മകൻ സഹായിച്ചപ്പോൾ അങ്ങനെ ഒരു കാര്യം ഈ പിതാവിന് 2 ദിവസം ജയിലിൽ കിടക്കാനും നാട്ടിൽ എത്താനുമായി കഴിഞ്ഞു. നാട്ടിലെത്തിയപ്പോൾ ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണ്. ഇതിപ്പോ രാവിലെ 24 ന്യൂസിലെ ചീഫ് എഡിറ്റർ അദ്ദേഹം ശ്രീകണ്ഠൻ നായർ അദ്ദേഹം ഇപ്പോൾ വീട് വെച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും അതുകൊണ്ട് ഒന്നും ആവുന്നില്ല. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കൊടുക്കാൻ ആർക്കും കഴിയില്ല. ആ വീട്ടിലേക്ക് ഒരു കാലത്തും അദ്ദേഹത്തിന് തിരിച്ചു മടങ്ങി പോകാനും കഴിയില്ല. ആ ഉമ്മയ്ക്കും അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയിപ്പോ പുത്രവാത്സല്യം എത്രത്തോളം നെറുകിലെത്തിയാൽ പോലും ഇത്രയധികം ആളുകളെ ക്രൂരമായി കൊന്ന അഫാനോട് എങ്ങനെ പൊറുക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇപ്പോ അഫാനുമായിട്ട് ഈ 3ാം ഘട്ട തെളിവെടുപ്പ് നടന്നപ്പോ പോലീസിനെ സംബന്ധിച്ച് 3 ഘട്ടങ്ങളിലായിട്ടാണ് പാങ്ങോട് സ്റ്റേഷനും അതുപോലെ വെഞ്ഞാറമൂട് സ്റ്റേഷനും ഒക്കെ കേന്ദ്രീകരിച്ച് 3 തരത്തിലാണ് കേസുകൾ എടുത്തിരിക്കുന്നത്. ഒന്ന് മുത്തശ്ശിയുടെ കേസ്, രണ്ടെന്ന് പറയുന്നത് സഹോദരനായിട്ടുള്ള ലത്തീഫിന്റെയും സാജിദ ബീവിയുടെയും ഭാര്യ സാജിദ ബീവിയുടെയും കേസ്, മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് അഫാന്റെ വീടും അഫാന്റെ സഹോദരൻ അഫ്സാന്റെയും അതുപോലെ തന്നെ പെൺസുഹൃത്ത് ഫർസാനയുടെയും കൊലപാതകം നടന്ന മാതാവ് ഷെമിയെ കൊലപ്പെടുത്താനായി ശ്രമിച്ച ഈ വീട്. ഇവിടെയാണ് ഇപ്പോ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നാണ് വളരെ നിർണായകമായ പല വിവരങ്ങളും ഇപ്പോ പോലീസിന് ലഭിക്കുന്നത്. അതില് പോലീസ് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എല്ലാത്തിന്റെയും തുടക്കം ഈ വീട്ടിൽ നിന്നാണ്, എല്ലാത്തിന്റെയും ഒടുക്കവും ഈ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് കിട്ടുന്ന തെളിവെടുപ്പ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 3 ദിവസത്തെ കസ്റ്റഡിക്കാണ് ഇപ്പോൾ നെടുമങ്ങാട് കോടതി അഫാനെ വെഞ്ഞാറമൂട് പോലീസിന് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് തന്നെ ജയിലിലെത്തി അഫാനെ ഏറ്റെടുക്കുന്ന നടപടികളിലേക്ക് പോയിരുന്നു. ഇന്ന് രാവിലെ 9 മണി മുതൽ തെളിവെടുപ്പ് ആരംഭിച്ചു. അതിൽ ഈ പറഞ്ഞതുപോലെ സ്ഥലങ്ങളിലൊക്കെ പ്രേക്ഷകർക്കും അത് അറിയാവുന്നതാണ്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവിടെയൊക്കെ തന്നെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയപ്പോഴും ഒരു കൂസലുമില്ലാതെ എന്താണോ താൻ ചെയ്തത് അതെന്തോ മഹത് കൃത്യം എന്ന രീതിയിലൊക്കെ വിവരിക്കുകയായിരുന്നു. ചെയ്ത കാര്യങ്ങളൊക്കെ അണുവിട മാറാതെ അഫാൻ പറയുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട ഒരു പിതാവ് നിൽക്കുന്ന അവസ്ഥ, ഇത് കണ്ടിട്ടെങ്കിലും അവന്റെ മനസ്സിനൊരു കൂസൽ ഉണ്ടാവും എന്ന് വിചാരിച്ചു അതുപോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നെഞ്ചു കലങ്ങി അദ്ദേഹം കണ്ണുനീര് ഒളിപ്പിച്ചു വെച്ച് നാട്ടുകാരൊക്കെ നോക്കുന്നത് ഇദ്ദേഹത്തെയാണ്. നാട്ടുകാർ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നാട്ടുകാരൊന്നും തന്നെ പ്രതിഷേധിച്ചില്ല. സാധാരണ ഇതുപോലെ കൊലപാതക കേസിലെ പ്രതികളുമായിട്ടൊക്കെ വരുമ്പോൾ വലിയ പ്രതിഷേധം. നാട്ടുകാർ എന്ത് ചെയ്യാനാണ്? ഈ പിതാവിന്റെ അവസ്ഥയിലൂടെ തന്നെയാണ് ആ പരിസരത്തെ നാട്ടുകാരും പോകുന്നത്. അഫാനെ അറിയാവുന്നവർ അല്ലെങ്കിൽ ഈ കുടുംബത്തെ അറിയാവുന്നവർ, അഫാനെ അറിയാവുന്നവർ ചുരുക്കമാണ്. കാര്യം അവന് മറ്റാരുമായിട്ട് ഒരു ബന്ധമോ ഒരു പരിചയമോ ഒന്നും തന്നെ പുലർത്തുന്നവനല്ല. അന്തർമുഖനായ ഒരുത്തൻ വീടിനകത്ത് മാത്രം ഒതുങ്ങിക്കൂടി നിൽക്കാൻ ആഗ്രഹിക്കുന്നവൻ.
അപ്പോ ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് എല്ലാവരും കാണുന്നത് തന്റെ ഒരു മകനായിട്ടോ ഒരു സഹോദരനായിട്ടോ ഒക്കെ തന്നെയാണ്. അത്ര പ്രായമേ ഉള്ളൂ, 23 വയസ്സേ ഉള്ളൂ. അവൻ ചെയ്തിരിക്കുന്നത് ഒരു കുടുംബത്തെ രക്ഷിക്കാനെന്നാണ് അവൻ എപ്പോഴും പറയുന്നത്. അവന്റെ വിശ്വാസവും അത് തന്നെയാണ്. ആ വിശ്വാസത്തിൽ നിന്ന് ഇതുവരെയും അവൻ വ്യതിചലിക്കുന്നില്ല, അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഞാനിത് ചെയ്താൽ മാത്രമേ എനിക്ക് എന്റെ കുടുംബത്തെ രക്ഷിക്കാനായി സാധിക്കൂ, എന്റെ ഉറ്റവരെ ഞാൻ സ്നേഹിക്കുന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയാണ് അവൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ചില പകയും വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രവൃത്തി ചെയ്ത് അഫാൻ എന്ത് നേടി എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല. അഫാന് നേടാനുള്ളതൊക്കെ നേടിയിട്ടുണ്ട്, പക്ഷെ ആ കുടുംബമൊക്കെ തന്നെ നശിച്ച് നാറാണക്കല്ലെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, മാതാവ് ഈ കേസിനോട് പൂർണ്ണമായി സഹകരിച്ചാലേ വേണ്ട രീതിയിൽ അന്വേഷണം പൂർത്തീകരിച്ച് പോലീസിന് പോകാൻ സാധിക്കത്തുള്ളൂ. കാരണം സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴും പോലീസിന് അവ്യക്തത ഒരുപാട് ഭാഗങ്ങളിൽ തുടരുന്നുണ്ട്. അഫാൻ അറിയാവുന്നതിൽ ഒരു പരിധിയുണ്ട്. കാര്യം ഈ പണം മുഴുവൻ ചെലവഴിച്ചിരിക്കുന്നതും ഏറിയ പങ്ക് എങ്ങനെ ക്രയവിക്രയം നടത്തി എന്നുള്ളതും ഷെമിക്ക് തന്നെയാണ് അറിയാവുന്നത്. ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി, മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യസ്ഥിതി പരിഗണിക്കുമ്പോൾ ഷെമിയോട് അങ്ങനെ പൂർണ്ണമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പോലീസിന് ബുദ്ധിമുട്ടുണ്ട്. കാര്യം വയ്യാതിരിക്കുന്ന ഒരു അർബുദബാധിത കൂടിയായിട്ടുള്ള മധ്യവയസ്കയാണ്. അവരോട് ചോദിക്കുന്നതിന് ഒരു പരിധിയുണ്ട് പോലീസിന്. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ട് വല്ലതും കാണിച്ചു കഴിഞ്ഞാൽ അത് പോലീസിന് തിരിച്ചടിയായി മാറും. ഈ പറഞ്ഞതുപോലെ നാട്ടുകാരെ സംബന്ധിച്ച് അവർ സ്തബ്ധരായി നിൽക്കുന്നത് എങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഇത് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോ ബലാത്സംഗ കേസിലെ പ്രതികളുമായും അല്ലെങ്കിൽ കൊലപാതക കേസിലെ പ്രതിയായി തന്നെ എത്തുമ്പോൾ വലിയ ജനരോഷം ഉണ്ടാവും, ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഈ ചെറുപ്പക്കാരനെ പഴിക്കാനോ ഇവനെ ഉപദ്രവിക്കാനോ ഒന്നും തന്നെ ജനങ്ങൾ ശ്രമിക്കാത്തത് ഒരു വിഭാഗം ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ നമുക്കറിയാവുന്ന ഒരു വിഷയമുണ്ട്. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് വീഡിയോകളുടെ താഴെ ആയിരുന്നാലും പല കമന്റുകൾ വരുന്നുണ്ട്. അതിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയകളിൽ വരുന്ന കമന്റിലൊക്കെ തന്നെ ഇവനെ ശരിയായ രീതിയിൽ ചെറുപ്പത്തിലെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മൾ കൊല്ലത്തെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ അവിടുത്തെ പ്രതിയായിട്ടുള്ള തേജസ്സിന് ഒരു ഘട്ടത്തിൽ കൗൺസിലിംഗ് നൽകിയിരുന്നു എന്നാണ് പറയുന്നത്. ഈ പയ്യന് നേരത്തെ കൗൺസിലിംഗ് കൊടുക്കേണ്ടതാണ്. ഇവൻ ആത്മഹത്യാ പ്രവണത നേരത്തെ കാട്ടിയിട്ടുള്ളതാണ്. ആത്മഹത്യാ പ്രവണത കാട്ടിയിട്ടുള്ള ഒരാൾക്ക് സ്വന്തം ജീവൻ അവസാനിപ്പിക്കുക എന്ന് പറയുന്നതാണ് അപാര ധൈര്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ഭീരുവല്ല ആത്മഹത്യ ചെയ്യുന്നത്. ജീവിതത്തോട് ഭീരുത്വമുള്ളവരാണ് ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അപാരമായ ധൈര്യമാണ്. മറ്റൊരാളെ കൊലപ്പെടുത്തുകയല്ല, സ്വയം മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ധൈര്യമുള്ളവന് ആരെ വേണോ കൊലപ്പെടുത്താം എന്നുള്ളതാണ് ഒരു തിയറി എന്ന് പറയുന്നത്. അപ്പോൾ അവനെ നേരത്തെ അവന്റെ ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കി വേണ്ട ചികിത്സ കൊടുക്കുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അത് ചെയ്യാത്തതിന്റെ ഒരു പരിണത ഫലം എന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ നോക്കിക്കാണാം. ഇനിയിപ്പോ നാളെയും മറ്റന്നാളുമായിട്ട് തെളിവെടുപ്പുണ്ട്. അതിൽ വേണ്ട ശാസ്ത്രീയ തെളിവുകളൊക്കെ തന്നെ ശേഖരിച്ച് മുന്നോട്ട് പോകുന്നതാണ് കരുതുന്നത്. അതിൽ നിർണായകമായ പല വിവരങ്ങളും പോലീസിന് ലഭ്യമാകും. ഇനി ചില കൂട്ടിയോജിപ്പിക്കലുകൾ മാത്രമേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാണ്, എന്തിനു വേണ്ടി എങ്ങനെയൊക്കെ ആയിരുന്നു അതിന്റെ തെളിവ് ശേഖരണം കുറ്റമേറ്റ് പറഞ്ഞിട്ടുണ്ട് അഫാൻ. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നിൽക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ്, സാമ്പത്തിക ബാധ്യത തന്നെയാണ് വെല്ലുവിളിയായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോ മാതാവ് അഫാൻ അല്ല തന്നെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കേസിൽ അഫാൻ എന്ത് ശിക്ഷയാണോ കിട്ടാനുള്ളത് അത് കിട്ടിയിരിക്കും. കാര്യം 5 പേരെയാണ് മൃഗീയമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്, അത് ഒരൊറ്റ ദിവസം. അത് ഏറ്റുപറഞ്ഞുകൊണ്ട് പോലീസിന് മുന്നിൽ എത്തിയതും അഫാൻ തന്നെയാണ്. അപ്പോ അതില് പ്രത്യേകിച്ച് ശിക്ഷയിൽ മാറ്റമൊന്നും തന്നെ വരാനുള്ള ഒരു സാധ്യതയുമില്ല. അർഹിക്കുന്ന ശിക്ഷ അഫാന് കിട്ടുമെന്ന കാര്യത്തിൽ സംശയവുമില്ല.